ബഹുമാനപ്പെട്ട റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് ഇതേ ഡിമാൻഡിൽ തന്നെ തുടർന്നും പല ഘട്ടങ്ങളിൽ സംസാരിക്കാനുണ്ട്. റവന്യൂ സർവേ ഭവനത്തിന് ഇനി വേറെ ഒരു ഡിമാൻഡ് ഡിസ്കഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ചില കാര്യങ്ങൾ പറയും എന്ന് ഞാൻ അങ്ങയോട് ആദ്യമേ രേഖപ്പെടുത്തി. ആയിക്കോട്ടെ. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും ബൃഹത്തായിട്ടുള്ള ചില ഭൂമി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റിയ ഒരു കാലമാണ്. നേരത്തെ സഭയിൽ പറഞ്ഞതോ സഭയിൽ ചർച്ച ചെയ്തോ ആയിട്ടുള്ള ഒരു വിഷയവും ഞാൻ പറഞ്ഞില്ലെങ്കിൽ പോലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു പോകുക തന്നെ വേണം ഈ സഭയ്ക്ക് അറിയാൻ കൂടി വേണ്ടി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന മുഖമുദ്രാവാക്യത്തോടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുതൽ മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും അടക്കം കേരളത്തിലെ 140 മണ്ഡലത്തിലെയും MLA മാർ ചർച്ച ചെയ്യുകയും അവരുടെ നേതൃത്വത്തിൽ തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഒരു വർക്കിലേക്ക് പോയൊരു കാലമാണ് സാർ അത്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 1,80,877 പട്ടയങ്ങൾ കൊടുത്തു തീർക്കാനായി എന്നുള്ളതല്ല, പട്ടയത്തിൻ്റെ വിതരണത്തിന് വേണ്ടി ഒരു മിഷൻ രൂപീകരിച്ചു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സാർ, ആ മിഷൻ ആരംഭിക്കുന്നത് കേരളത്തിലെ എല്ലാ MLA മാരും അധ്യക്ഷന്മാരായി പഞ്ചായത്ത് മെമ്പറും മുനിസിപ്പൽ കൗൺസിലറും കോർപ്പറേഷൻ കൗൺസിലറും അടക്കം ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു MLA-യോടൊപ്പം പ്രവർത്തിക്കുന്ന എല്ലാ സഹപ്രവർത്തകർക്കും അവരുടെ വീടിൻ്റെ ചുറ്റളവിലോ അവരുടെ വാർഡിനിടയിലോ ഉള്ള എല്ലാ മനുഷ്യരുടെയും ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ രേഖപ്പെടുത്താനുള്ളതാണ് സാർ പട്ടയ മിഷൻ്റെ ഭാഗമായിട്ടുള്ള പട്ടയ അസംബ്ലി. ആ പട്ടയ അസംബ്ലി വെറുതെ കൂടുകയല്ല സാർ. 2ാമത്തെ എഡീഷൻ ഈ മാർച്ച് മാസത്തിൽ ആരംഭിച്ചു. 1ാമത്തെ എഡീഷൻ ആരംഭിച്ചപ്പോൾ തന്നെ പട്ടയ അസംബ്ലിയുടെ ഭാഗമായി പട്ടയ മിഷനുകളുടെ ചുമതലക്കാരായി എല്ലാ നിയോജക മണ്ഡലത്തിലും തഹസിൽദാരിൽ കുറയാത്തൊരു ഉദ്യോഗസ്ഥൻ നോഡൽ ഓഫീസറായി പ്രത്യേകം ചുമതല ഏൽപ്പിച്ചു. അവരുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ ചേർന്ന പട്ടയ അസംബ്ലികളിൽ നേരത്തെ അവിടെ ഇതിൻ്റെ തലമൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാനത് സൂചിപ്പിക്കുന്നില്ല. പട്ടയ അസംബ്ലികളിൽ ഉയർന്നു വരുന്ന പ്രശ്നം പട്ടയ മിഷൻ്റെ ഒരു ഡാഷ്ബോർഡിൽ ഉൾപ്പെടുത്തി ആ ഡാഷ്ബോർഡിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെല്ലാം 3 മാസക്കാലത്തിലും ഒരിക്കൽ മന്ത്രി തന്നെ നേരിട്ട് അദാലത്ത് നടത്തിയ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന ശ്രദ്ധേയമായ നടപടികളിലേക്കാണ് സാർ ഈ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തെ പ്രവർത്തനവും അതിനു മുമ്പ് 5 വർഷക്കാലത്തെ പ്രവർത്തനവും പോയത്. സാർ, കഴിഞ്ഞ 7-ാം തീയതി ബഹുമാനപ്പെട്ട മലപ്പുറം അംഗം ശ്രീ ഉബൈദുള്ളയുടെ അധ്യക്ഷതയിൽ ഞാനും മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട 5 MLA-മാരും പങ്കെടുത്ത് വിതരണം ചെയ്തത് 6152 പട്ടയങ്ങളാണ് സാർ. 7-ാം തീയതി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബഹുമാനപ്പെട്ട ലത്തീഫ് വക്കീൽ മറ്റു വഴികളിലേക്ക് പോയതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞില്ല. 200 വർഷക്കാലമായി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർക്കെതിരെ പൊരുതി ഒറ്റ കാരണം കൊണ്ട് ഭൂമി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പേരിൽ കണ്ടുകെട്ടിയ ഭൂമി സാർ ദീർഘമായൊരു കാലത്തിന് ശേഷം അവിടെ താമസിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും പട്ടയം അനുവദിച്ചു കൊടുത്തത് ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ചാണ് സാർ. പട്ടയ അസംബ്ലികളുടെ ഭാഗമായി നടന്ന ഏറ്റവും ശ്രദ്ധേയമായ പ്രവർത്തനമാണ്. ഞാൻ ഓരോ MLA-മാരെയും പറയുന്നില്ല. ഇവിടെ പ്രിയപ്പെട്ട ശ്രീ P. നന്ദകുമാർ സൂചിപ്പിച്ചതുപോലെ ഇടുക്കി ജില്ലയിലെ കുറ്റ്യാർവാലിയിലെ പട്ടയ പ്രശ്നങ്ങൾക്ക് അവസാനമാവുകയാണ്. വട്ടവട കുറിഞ്ഞുമല സങ്കേതത്തിൽ ഡിജിറ്റൽ റീസർവേ ആരംഭിച്ച് പ്രത്യേക കളക്ടറെ തന്നെ അതിന് നിയമിച്ച് ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. കോടതിയുടെ സ്റ്റേ ഒഴിവാക്കിയാൽ തയ്യാറാക്കി ഇപ്പോൾ കൊടുക്കാൻ പറ്റിയ ഇടുക്കിയിൽ 4000-ലേറെ പട്ടയങ്ങൾ തയ്യാറായി വരുന്നു. കട്ടപ്പനയിലെ ടൗൺഷിപ്പിലെ പട്ടയങ്ങൾ ഈ ഘട്ടത്തിൽ കൊടുക്കുകയാണ്. ബഹുമാനപ്പെട്ട വൈദ്യുത വകുപ്പ് മന്ത്രിയും ജലവിഭവ വകുപ്പ് മന്ത്രിയുമായി കൂടിയാലോചിച്ച് ജലവൈദ്യുത പ്രദേശത്തെ പട്ടയങ്ങൾ വിതരണം ചെയ്യാനുള്ള അന്തിമ നടപടികളിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്ത് അഞ്ചുചങ്ങല പട്ടയം പ്രശ്നം പരിഹരിക്കുകയാണ്. പത്തനംതിട്ടയിലെ പെരുമ്പട്ടിയിലെ കോന്നിയിലെ ഗ്രോമോർ ഫുഡിൻ്റെ എക്സ് സർവീസ്മെൻ കോളനിയുടെ അത്തിക്കയം വില്ലേജിലെ തെക്കേത്തൊട്ടി വലിയപതാൽ വില്ലേജുകളിലെ പ്രശ്നങ്ങൾ സ്ഥായിയായി പരിഹരിക്കുകയാണ് സാർ. എറണാകുളത്ത് കുട്ടമ്പുഴ വടാട്ടുപാറ പ്രദേശത്ത് എത്ര വർഷമായിട്ടുള്ള പ്രശ്നമാണ് കോതമംഗലത്ത് ഒരു പ്രത്യേക ഓഫീസ് തന്നെ അവിടെ ആരംഭിച്ചു. കുട്ടമ്പുഴയിലെ ഹിൽമൻ സെറ്റിൽമെൻറ്റും കടവൂർ വില്ലേജിലെ പട്ടയ പ്രശ്നങ്ങളും പട്ടയ ഡാഷ്ബോർഡിൽ ഉൾപ്പെട്ട പ്രശ്നങ്ങളാണ് സാർ. വയനാട്ടിലെ വുഡ്ലാൻഡ് പട്ടയങ്ങൾ, ഫെയർലാൻഡ് പട്ടയങ്ങൾ, മരിയനാട് എസ്റ്റേറ്റ് ഭൂമിയുടെ പ്രശ്നം, മണിമല വില്ലേജിലെ ആലപ്പ, പൊന്തുമ്പഴ, നെടുമ്പ്രം പ്രദേശത്ത് പ്രത്യേകമായി പിന്നെ സർക്കാർ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് സാർ ഞാൻ എല്ലാം പറഞ്ഞു പോകുമല്ല, അക്കാര്യത്തിലൊരു പ്രത്യേക ഇടപെടൽ പട്ടയ മിഷൻ്റെ ഭാഗമായിട്ടുണ്ടാവുകയാണ് സാർ. നഗറുകളിലെ പട്ടയം ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമായി നമ്മുടെ മുമ്പിലിരിക്കുകയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ പേരിൽ മേടിച്ചതോ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ 94-ലെ പഞ്ചായത്തി രാജ് ആക്ട് പ്രകാരം വെസ്റ്റു ചെയ്യപ്പെട്ടതോ നിക്ഷിപ്ത ഭൂമിയായി മാറിയതോ ആയ ഭൂമികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ച് ഗവൺമെൻറ് ഉത്തരവിറക്കേണ്ടതങ്ങനെ, തനത് ഭൂമിക്ക് ചട്ട ഭേദഗതി നടത്തേണ്ടി വരുന്നതങ്ങനെ, തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട് ദീർഘമായ കാലമായി കൊടുക്കാനാകില്ല എന്ന് പ്രഖ്യാപിച്ചു പിന്തള്ളിയ കേസുകൾ
വീണ്ടും ഏറ്റെടുത്തുകൊണ്ട് അത്തരം ഭൂമികളുടെ പട്ടയ പ്രശ്നത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീനിജൻ MLA സൂചിപ്പിച്ചു, കേരളത്തിലെ ഇറിഗേഷനുമായി ബന്ധപ്പെട്ട ദീർഘകാലത്തെ പ്രശ്നമുണ്ട്. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി, ബഹുമാനപ്പെട്ട ജലവിഭവ വകുപ്പ് മന്ത്രി, ഞാനും പുനലൂർ MLAയും ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശവും എല്ലാം ഏറ്റെടുത്തുകൊണ്ട് KIP മേഖലയിലെ പട്ടയങ്ങൾ, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിലെ പട്ടയങ്ങൾ കൊടുക്കാനുള്ള നടപടി തീരുമാനിച്ചു. കൊല്ലം കളക്ടറെ നോഡൽ ഓഫീസറായി നിശ്ചയിച്ചു. അവിടുത്തെ പ്രശ്നങ്ങൾ ഏതാണ്ട് പരിഹരിച്ചു വരികയാണ് സാർ. അതേ മോഡലിൽ തന്നെ പെരിയാർ വാലിയിലും പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ അക്കാര്യത്തിൽ ഉണ്ടാക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ പമ്പ വാലി, അഞ്ചൽ വാലി പ്രദേശത്ത് എത്രയോ വർഷങ്ങളായിട്ടുള്ള പട്ടയ പ്രശ്നം വാക്കുകൊണ്ടല്ല സാർ, 1520 പേർക്ക് ഇതിനകം വിതരണം ചെയ്തുകൊണ്ട് അവരെ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി മാറ്റാനുള്ള ശ്രദ്ധേയമായ നടപടികളിലേക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പോയി. സാർ, MLAമാർക്ക് ഞാൻ രാഷ്ട്രീയത്തിനതീതമായി സൂചിപ്പിക്കുകയാണ്, അവരുടെ മണ്ഡലങ്ങളിൽ പട്ടയ അസംബ്ലിയും പട്ടയ ഡാഷ്ബോർഡുമായി നേതൃത്വം നൽകുമ്പോൾ ഉദാത്തമായ ചില മാതൃകകൾ ഉണ്ടാക്കാൻ കഴിയും. സാർ, ഞാൻ ഈ സഭയോട് പറയട്ടെ, അക്കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ ഏറ്റവും ശ്രദ്ധേയമായ മാതൃകകളിലൊന്നാണ് MLAയുടെ നേതൃത്വത്തിലുണ്ടായ ഭൂരഹിതരില്ലാത്ത പുനലൂർ എന്ന പദ്ധതി. അവിടെ ഭൂരഹിതരില്ലാത്തവരുടെ പേര് തീരുമാനിച്ച് അപേക്ഷകൾ നിരന്തരം കൊടുക്കലല്ല, അവർക്ക് എങ്ങനെ ഭൂമി കൊടുക്കാം എന്നതുൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഒരു ഡോക്യുമെൻ്റായി ഉണ്ടാക്കി റവന്യൂ വകുപ്പിൻ്റെ പ്രത്യേക പിന്തുണയോടെ ആ പ്രശ്നങ്ങൾ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ ഒരു വലിയ വിധത്തിൽ ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി എന്നുള്ളത് വളരെ അഭിമാനത്തോടെ പറയേണ്ടതുണ്ട്. സാർ, സമൂഹങ്ങളിലേക്ക് ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട എത്ര മനുഷ്യരുടെ പട്ടയങ്ങളാണ് നമുക്കിപ്പോൾ കൊടുക്കാനായത്? മുത്തങ്ങയിലെ അവസാനത്തെ സമരക്കാർക്കും ഭൂമി കൊടുത്തത് സാർ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. സാർ, ചെങ്ങറ സമരത്തിൽപ്പെട്ടവർക്ക് സംസ്ഥാന വ്യാപകമായി ഭൂമി കണ്ടെത്തി അതിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോവുകയാണ്. ബഹുമാനപ്പെട്ട MLA ഉൾപ്പെടെ പങ്കെടുത്ത യോഗത്തിൽ അരിപ്രയിലെ ഭൂസമരം സ്ഥായിയായ പരിഹാരത്തിന് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാർഗങ്ങളിലൂടെ പോകാൻ കഴിഞ്ഞു ഈ കാലത്ത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. സാർ, രാവിലെ ബഹുമാനപ്പെട്ട പ്രമോദ് നാരായണൻ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ഉന്നയിച്ച പ്രശ്നങ്ങളുടെ ഭാഗമായൊരു വിഷയം കൂടി മലയോര മേഖലയിലെയും ആദിവാസി മേഖലകളിലെയും ജനങ്ങളുടെ പട്ടയ പ്രശ്നങ്ങളാണ്. സാർ, ദീർഘമായൊരു കാലത്തെ പ്രശ്നമാണത്. 2024 ഫെബ്രുവരി 7 ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും ചേർന്ന് കേന്ദ്ര വനം വകുപ്പ് മന്ത്രിയെ കണ്ട് 30 കൊല്ലത്തിന് ശേഷം പുതിയ JVRും പുതിയ അപേക്ഷയും എന്ന വാദം കേന്ദ്രം അംഗീകരിക്കുകയുണ്ടായി. സാർ, 93 ചട്ടങ്ങൾ പ്രകാരം വനഭൂമി കുടിയേറ്റം നടത്തിയെന്ന് പറയുന്ന ആളുകൾക്കുള്ള ലഭ്യമായ ഭൂമി വിതരണം ചെയ്യുക, പുതിയ ഭൂമിക്ക് അപേക്ഷ കൊടുക്കുക, അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തീർക്കുക എന്ന നടപടിയോടൊപ്പം പുതിയ വിവരശേഖരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ 59,830 പുതിയ അപേക്ഷകൾ കൂടി വന്നിരിക്കുകയാണ്. സാർ, ഈ വരുന്ന 26 റവന്യൂ വനം വകുപ്പിൻ്റെ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. ഒരു പൂർണ്ണ സമയം എടുത്തുകൊണ്ട് കേരളത്തിലെ വനവും റവന്യൂവും തമ്മിലുള്ള വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ 26 രാവിലെ മുതൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ പൂർണ്ണ സമയം എടുത്തുകൊണ്ട് ആ യോഗങ്ങൾ ചേരുകയാണ്. അതുകൂടി പര്യവസാനിക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് നമുക്ക് ഏപ്രിൽ മാസത്തോടെ പുതിയ JVR കേരളത്തിൻ്റെ വനം മേഖലയിൽ ആരംഭിച്ച് ഇനിയും ഭൂമിയുടെ ഉടമസ്ഥന്മാരെ നമുക്ക് നിശ്ചയിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ്. സാർ, ഏറ്റവും ഗംഭീരമായി, ഏറ്റവും അഭിമാനകരമായി ഇവിടെ പറയാനുള്ളത്, രാവിലെ ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി ശ്രീ OR കേളു ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ സങ്കേതങ്ങളിൽ, നമ്മുടെ നഗറുകളിൽ, നമ്മുടെ ഉന്നതികളിൽ ഒരു പുതിയ നടപടിക്രമത്തിന് നേതൃത്വം നൽകുകയാണ്. 2006 വനാവകാശ നിയമപ്രകാരം വനാവകാശ രേഖ അഥവാ ROR നൽകിയിട്ടുള്ള പട്ടികവർഗ വിഭാഗങ്ങൾ താമസിക്കുന്ന വനഗ്രാമങ്ങളെ സാർ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും, ദീർഘമായൊരു കാലത്തിന് ശേഷം നികുതി അടയ്ക്കാൻ പറ്റാതെ കേവലം ROR മാത്രമായിരുന്ന നമ്മുടെ വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചുകൊണ്ട് 3/2/2025 റവന്യൂ വകുപ്പ് രേഖപ്പെടുത്തിയ ഉത്തരവ് ചരിത്രത്തിൻ്റെ ഭാഗമാണ്. സാർ, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ 566 പട്ടിക സങ്കേതങ്ങളിൽ ഉൾപ്പെടുന്ന 29,166 കുടുംബങ്ങൾക്ക് ഇനി മുതൽ അവരുടെ ഭൂമിക്ക് പട്ടയം എന്ന വിധത്തിൽ തന്നെ ലഭ്യമാക്കാൻ, നികുതി അടയ്ക്കാൻ അവസരം ഉണ്ടാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് സാർ അതിദരിദ്രർക്കുള്ള പ്രത്യേക സംവിധാനങ്ങളിലൂടെ ഭൂമി കൊടുക്കാനുള്ള സംവിധാനങ്ങളിലേക്ക്. സാർ, ഒരു കാര്യം ഈ സഭയെ രേഖപ്പെടുത്തട്ടെ, 970 ജനുവരി 1 ദീർഘമായൊരു കാലത്തെ ഇടപെടലുകൾക്കും നിയമ നടപടികൾക്കും ശേഷം കേരളത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയത്. സാർ, ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയപ്പോൾ കേരളം ലോകത്തിനോട് പ്രഖ്യാപിച്ചു, ഇതാ ജന്മിത്വം അവസാനിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ മുമ്പിൽ ജന്മിത്വം അവസാനിച്ചെങ്കിലും കുടിയാനവൻ്റെ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ട്രിബ്യൂണലുകളിൽ അപങ്കുരം കേസുകൾ മുന്നോട്ട് പോവുകയാണ്. സാർ, ഈ സഭയെ അറിയിക്കട്ടെ, ഭൂപരിഷ്കരണ നിയമത്തിന് 56 വയസ്സ് തികയുന്ന
2026 ജനുവരി 1 കുടിയാന്റെ അവകാശങ്ങൾ നടത്തേണ്ടി വരുന്ന ലാൻഡ് ട്രിബ്യൂണലുകളിലെ നിലവിലുള്ള എല്ലാ കേസുകളും പൂർത്തീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾക്ക്, കുടിയായ്മയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് അന്ത്യം കാണാൻ കഴിയുന്ന നടപടിക്രമങ്ങൾ. സാർ, മേഖലാ ലാൻഡ് ബോർഡുകൾ മാറ്റിയത് ഈ ഘട്ടത്തിലാണ്. 78 ലാൻഡ് ബോർഡുകളിൽ നിന്ന് 4 മേഖലാ ലാൻഡ് ബോർഡുകളിലേക്ക്. സാർ, പുതിയതായി 63 കേസുകൾ ആരംഭിച്ചു. എന്നാൽ നിലനിൽക്കുന്ന 312 കേസുകൾ തീർപ്പാക്കി 2405 ഏക്കർ ഭൂമി നമുക്ക് ഏറ്റെടുക്കുന്നതിന് സാധിച്ചു എന്ന അഭിമാനകരമായ വസ്തുതയും ഈ ഘട്ടത്തിൽ ഞാൻ ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, യൂണിറ്റ് തണ്ടപ്പാർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കടന്നു. സാർ, ഈ സർവീസുകൾ റവന്യൂ അടിമുടി ഈ സർവീസായി മാറുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഭൂനികുതി, ഒറ്റത്തവണ കെട്ടിട നികുതി, ആഡംബര നികുതി, തരം മാറ്റം, EBTR, തണ്ടപ്പേര് പകർപ്പ്, FMB പകർപ്പ്, ലൊക്കേഷൻ സ്കെച്ച്. സാർ, ഈ രാജ്യത്തിന് പുറത്ത് ജീവിക്കുന്ന കേരളത്തിൽ നാഴിയൂര് മണ്ണുള്ള മുഴുവൻ പ്രവാസികൾക്കും UK-യിൽ, USA-യിൽ, കാനഡയിൽ, സിംഗപ്പൂരിൽ, സൗദി അറേബ്യയിൽ, UAE-യിൽ, ഒമാനിൽ, ഖത്തറിൽ, കുവൈറ്റിൽ, ബഹറിനിൽ അങ്ങനെ 10 രാജ്യങ്ങളിൽ താമസിക്കുന്ന മുഴുവൻ പ്രവാസികൾക്കും ഭൂമി സംബന്ധമായ നികുതി അടയ്ക്കൽ ഉൾപ്പെടെ ഞാൻ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് ഇനി നാട്ടിലെ ഏജന്റിനെ ചുമതലപ്പെടുത്തേണ്ട, ബന്ധുവിൻ്റെ പേരിൽ പണമടയ്ക്കേണ്ട, അവർക്ക് അവിടെ ഇരുന്ന് അതാത് രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് അവർക്ക് നികുതി ഉൾപ്പെടെയുള്ള 10 കാര്യങ്ങൾ അടയ്ക്കാനുള്ള അനുവാദം കേരളത്തിലെ റവന്യൂ വകുപ്പ് കൊടുത്തതോടുകൂടി കേരളം ഈ ലോകത്തിൻ്റെ മുമ്പിൽ അതിൻ്റെ എല്ലാ വാതായനങ്ങളും തുറന്നിടുകയാണ്. സാർ, RR ഡിജിറ്റൽ പേയ്മെൻറ്റ്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഇങ്ങനെ തുടങ്ങിയാൽ ഈ കേരളത്തിലെ ഇതുവരെ നിലനിന്നിരുന്ന 10 കോടി സർട്ടിഫിക്കറ്റുകൾ ഈ കാലത്തിനിടയിൽ നമുക്ക് വിതരണം ചെയ്യാനായി. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയോട് പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നത് കേരളത്തിൽ പ്രധാനപ്പെട്ട 2 പ്രശ്നങ്ങൾക്ക് നയപരമായും സാമ്പത്തികപരമായുമുള്ള പിന്തുണ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി. സാർ, ഈ വരുന്ന നവംബർ 1 2025 നവംബർ 1 കേരളം അതിദരിദ്രരില്ലാത്ത നാടായി പ്രഖ്യാപിക്കുന്ന നവംബർ 1 ഈ കേരളത്തിൽ ഒരു പുതിയ സംവിധാനം കൂടി വരികയാണ്. ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, അവരുടെ ഭൂമിയിലടയ്ക്കുന്ന നികുതി, ഭൂമിയുടെ തണ്ടപ്പേര്, ഭൂമിയുമായി ബന്ധപ്പെട്ട തണ്ടപ്പേർ വിശേഷങ്ങൾ, ഭൂമിയിലെ ഏതെങ്കിലും വിധത്തിലുള്ള ബാധ്യതകൾ, ആ കെട്ടിടം, അതിൻ്റെ നികുതി ഉൾപ്പെടെ ഒരാളുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പലതവണ വില്ലേജ് ഓഫീസിൽ പോയി സാക്ഷ്യപത്രം മേടിക്കാതെ ഡിജിറ്റൽ റവന്യൂ കാർഡിലൂടെ, അതിലെ QR കോഡിലൂടെ ആ വിവരങ്ങൾ പൂർണ്ണമായി ATM കാർഡ് പോലെ ഒരു കാർഡിൽ രേഖപ്പെടുത്തിയാൽ ഇനി പുതിയ വിവരങ്ങൾ അന്വേഷിച്ച് നമുക്ക് സർട്ടിഫിക്കറ്റിലേക്ക് പോകേണ്ട. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് 2 കോടി രൂപ ഈ ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചതിൽ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. 2025 നവംബർ 1 ആ നടപടിക്രമം ആരംഭിക്കും. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കൂടി ഈ കാര്യത്തിൽ ഞാൻ പറഞ്ഞോട്ടെ. അത് നമ്മുടെ നാട്ടിൽ റവന്യൂ വകുപ്പ് നേരത്തെ ഇവിടെ വിശദീകരിച്ചതുപോലെ 23 സർവീസുകൾക്ക് ഓൺലൈനായ ആളുകൾക്ക് സമീപിക്കാം എന്ന ചോദ്യം വന്നു. പക്ഷേ സാർ, ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനത്തിന് പോയി ഇതെല്ലാം വിവരിക്കുമ്പോൾ അവിടുത്തെ ആളുകൾ പറയും, പക്ഷേ ഞങ്ങളെ സഹായിച്ചിരുന്ന പരാതി എഴുതി കൊടുത്ത് നാക്കിലെ തുപ്പൽ കൊണ്ട് സ്റ്റാമ്പ് പശ തേച്ച് കടലാസിലൊട്ടിച്ച് കമ്പ്യൂട്ടറിനേക്കാൾ വേഗത്തിൽ ആവശ്യമനുസരിച്ച് എഴുതി തന്നിരുന്ന അമ്മൂമ്മമാർ ഇന്ന് വില്ലേജ് ഓഫീസുകളുടെ മുമ്പിലില്ല. ഈ സർവീസിനു വേണ്ടി വ്യത്യസ്തങ്ങളായ ഏജൻസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക്, ബുദ്ധിമുട്ടിലേക്ക് ഞങ്ങൾ പോകുന്നു. സാർ, അക്കാര്യത്തിലും നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ കാലത്ത് പരിഹാരമുണ്ടാക്കുകയാണ്. കേരളത്തിലെ മുഴുവൻ കുടുംബശ്രീകളെ, കേരളത്തിലെ വിദ്യാർത്ഥികളെ, കേരളത്തിലെ SPCകളെ, കേരളത്തിലെ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരെ, യുവജന സംഘടനകളെ, വായനശാലകളെ, നമുക്ക് വിളിച്ചുകൂട്ടാൻ കഴിയുന്ന മുഴുവൻ പേരെയും വിളിച്ചുകൂട്ടി ചെറു സംഘങ്ങളാക്കി മാറ്റി മാസ്റ്റർ ട്രെയിനുകൾ നടത്തി പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വലിയ ടീമുണ്ടാക്കി ഈ വർഷം ജൂൺ മാസം മുതൽ കേരളത്തിലൊരു റവന്യൂ സാക്ഷരതയ്ക്ക് കേരളത്തിലെ റവന്യൂ വകുപ്പ് തുടക്കം കുറിക്കുകയാണ്. സാർ, റവന്യൂ സാക്ഷരത കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും, കേരളത്തിലെ മുഴുവൻ വീടുകളിൽ ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും അവരുടെ വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭ്യമാകുന്ന സേവനങ്ങളിൽ അനിവാര്യമായ 8 സേവനങ്ങളെങ്കിലും അവരുടെ വീട്ടിലെ മൊബൈൽ ഫോണിലൂടെ ചെയ്യാൻ കഴിയുന്ന റവന്യൂ സാക്ഷരതയ്ക്കും 2025 തുടക്കം കുറിക്കുകയാണ് എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാർ, ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട വലിയ പരാതികൾ അങ്ങുൾപ്പെടെ വ്യത്യസ്തങ്ങളായ MLA-മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. LAR 2013 നിയമവുമായി ബന്ധപ്പെട്ട ചില ഊരാക്കുടുക്കുകളാണ്. പക്ഷേ ആ കാര്യം വേഗത്തിൽ കൊണ്ടുപോകാൻ നമുക്കാകും. സാർ, ഒരു കണക്ക് ഞാൻ ഈ സഭയെ അറിയിക്കട്ടെ.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ, ഒരുപക്ഷെ ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി ഏറ്റെടുക്കൽ നടപടിക്ക് നാം നേതൃത്വം നൽകിയത് ഈ ഗവൺമെന്റിന്റെ കാലത്താണ്. 1/6/2021 മുതൽ 28/2/2025 വരെ കേരളത്തിൽ നാം ഏറ്റെടുത്ത ഭൂമി സാർ 7265 ഏക്കറാണ്. അതിലേക്ക് വേണ്ടി 31,264 കോടി രൂപ നഷ്ടപരിഹാരമായി കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാനുള്ള നടപടിയും നാം പൂർത്തീകരിച്ചു. സാർ, ഡിജിറ്റൽ റീസർവേ, ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല. RKയുടെ സഹായത്തോടെ ഡിജിറ്റൽ റീസർവേ ആദ്യഘട്ടത്തിൽ 200-ഉം, രണ്ടാം ഘട്ടത്തിൽ 239-ഉം, മൂന്നാം ഘട്ടത്തിൽ 200-ഉം വില്ലേജുകളിൽ ആരംഭിച്ചു. ഇതിൽ 259 വില്ലേജുകളിൽ നടപടി പൂർത്തീകരിച്ച് സർവേ അതിരടയാള വകുപ്പിന്റെ 9(2) അനുസരിച്ച് എല്ലാ വിധത്തിലും തീർപ്പ് കൽപ്പിച്ച് പരമാവധി പരാതികൾ പരിഹരിച്ച് 13 പ്രസിദ്ധീകരിക്കുകയാണ്. സാർ, ശ്രീ MK അഷറഫിന്റെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഉൾവാർ ഉജൽവാൾ വില്ലേജിലാണ് ആദ്യത്തെ ഡിജിറ്റൽ റീസർവേയുടെ ഭാഗമായിട്ടുള്ള റവന്യൂ രേഖകൾ ഔപചാരികമായി പ്രഖ്യാപിച്ചത്. സാർ, 1.5 വർഷക്കാലത്തിനിടയിൽ 46,78,000 ലാൻഡ് പാഴ്സലുകളിലായി 6 ലക്ഷം ഹെക്ടർ ഭൂമി ഇതിനകം നാം അളന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് ഡിജിറ്റൽ റീസർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സാർ, കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞു ഇന്റഗ്രേറ്റഡ് പോർട്ടലിലേക്ക് കേരളം കടക്കും. രജിസ്ട്രേഷൻ വകുപ്പിന്റെ പോർട്ടലായപ്പോഴും റവന്യൂ വകുപ്പിന്റെ പോർട്ടലായ റിലീസും സർവേ വകുപ്പിന്റെ പോർട്ടലായി ഇ-മാപ്പും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ലോക ചരിത്രത്തിൽ ആദ്യമായി, ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് ആദ്യമായി ഒരു സംയോജിത പോർട്ടൽ. സാർ, ഒരു ഭൂമി നാം മേടിക്കാൻ പോകുമ്പോൾ വിവിധ വകുപ്പുകളിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട ബാധ്യതാ സർട്ടിഫിക്കറ്റ്, കൈവശ സർട്ടിഫിക്കറ്റ്, തണ്ടപ്പേർ കണക്ക്, ഭൂമിയുടെ സ്ഥലം സംബന്ധിച്ച വിവരം, വായ്പയുണ്ടോ എന്ന വിവരം, ജപ്തി നടപടികൾ സംബന്ധിച്ച വിവരം, സർവേ സ്കെച്ച് തുടങ്ങി അറിയേണ്ട എല്ലാ കാര്യങ്ങൾക്കും പല ഓഫീസുകളിൽ പോകാതെ ഒറ്റ പോർട്ടലിൽ, എൻ്റെ ഭൂമി എന്ന ഒറ്റ പോർട്ടലിൽ. സാർ, അതിലേക്ക് വന്നത് ജനകീയമായിട്ടാണ്. ഗ്രാമസഭകൾ പോലെ സർവേ സഭകൾ, വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തിലുള്ള ജാഗ്രതാ സമിതികൾ. സാർ, കേരളം ഒരുമിച്ചളന്നപ്പോൾ 6.5 ലക്ഷം ഹെക്ടർ ഭൂമി ആധുനിക സങ്കേതങ്ങളുടെ സഹായത്തോടെ നമുക്ക് ഈ 1.5 വർഷക്കാലത്തിനിടയിൽ അറിയാൻ കഴിഞ്ഞു. സാർ, സ്വകാര്യ വ്യക്തികൾക്ക് കൃത്യമായ അളവും അതിരും ലഭിക്കുന്നതിനോടൊപ്പം സർക്കാർ ഭൂമി പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുവരുത്തുന്ന ഡിജിറ്റൽ റീസർവേ. സാർ, ഈ സർവേ അളന്നു കഴിയുമ്പോൾ സർക്കാർ ഭൂമിയിൽ കുടിയേറിയവരുടെ പോലും വിവരമറിഞ്ഞ് അവർക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടിക്രമം ഉണ്ടാകും. സാർ, ഇക്കാര്യത്തിൽ 2 കാര്യം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സാർ, ഒന്നാമത്തെ കാര്യം, നേരത്തെ നമ്മൾ ചങ്ങല വെച്ചാണ് ലിങ്ക്സ് അടയാളപ്പെടുത്തിയിരുന്നത്. ഇപ്പോൾ ആർട്ടിക്കർ ഓവറായി. നേരത്തെ ഉള്ളതിൽ നിന്ന് കൂടുതൽ ഭൂമി ഒരുപക്ഷെ നമ്മുടെ പൊസഷനിൽ കാണാനുള്ള ഇടവരും. നാം അതിരുകെട്ടി സൂക്ഷിച്ചയിടത്ത് കൂടുതൽ ഭൂമി അതെന്തു ചെയ്യും? ഇപ്പോൾ നമ്മളൊരു ഗവൺമെന്റ് ഉത്തരവിറക്കി. അതായത് LRM കേസുകൾ അതിർത്തിയിലില്ലാത്ത, സർക്കാർ ഭൂമി അതിർത്തിയിലില്ലാത്ത സംഭവങ്ങളിൽ നമുക്കിപ്പോൾ ടാക്സ് അടയ്ക്കാനുള്ള അധികാരം കിട്ടി. പക്ഷെ ടാക്സ് കൊണ്ട് മാത്രം നമ്മുടെ ആധാരത്തിലോ നമ്മുടെ കണക്കിലോ മാറ്റലുണ്ടാകില്ല. ടാക്സ് അടച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, ആ ഭൂമിയുടെ ഉടമസ്ഥത ലഭിക്കണം. സർ, അവസാനത്തെ സെറ്റിൽമെന്റ് കേരളത്തിലുണ്ടായത് 1932-ലാണ്. ഐക്യ കേരളം രൂപീകരിച്ചതിന് ശേഷം നമ്മുടെ രേഖകളിൽ ഒരു സെറ്റിൽമെന്റ് കേരളത്തിലുണ്ടായില്ല, അതിനൊരു ആക്റ്റും ഉണ്ടായില്ല. സാർ, 1932-ലാണ് നാം അവസാനത്തെ സെറ്റിൽമെന്റ് ഉണ്ടാക്കിയത് എന്ന ധാരണയോടുകൂടി തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഐക്യ കേരളത്തിന്റെ രൂപീകരണത്തിന് ശേഷമുള്ള ആദ്യത്തെ സെറ്റിൽമെന്റ് ആക്ട് ഈ 2ാം ഗവൺമെന്റിന്റെ കാലത്ത് കേരളത്തിന്റെ നിയമസഭയുടെ മുമ്പാകെ അവതരിപ്പിച്ചുകൊണ്ട് ഒരു സെറ്റിൽമെന്റ് ആക്ടിലേക്ക് കേരളം വരും. സാർ, പുതുച്ചേരിയിലെ സർവേ ഉദ്യോഗസ്ഥന്മാർ 1 മാസക്കാലമായി കേരളത്തിൽ സർവേ പഠിക്കുകയാണ്. സാർ, അസാമിലെ സംഘം 2 ആഴ്ചയായി കേരളത്തിലാണ്. സാർ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ, ഒറീസ, ലക്ഷദ്വീപ്, ഇവിടെ എല്ലാവിടെയും കേരളത്തിന്റെ സർവേ സൊല്യൂഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലേക്ക് വരികയാണ്, കേരളത്തിന്റെ ഉപദേശം തേടുകയാണ്. സാർ, ഇക്കാര്യത്തിൽ കേരളത്തിൽ വീണ്ടും ലോകശ്രദ്ധയാകുന്ന ഡിജിറ്റൽ റീസർവേയെ ലോകത്ത് അവതരിപ്പിക്കാൻ ഈ മെയ് മാസത്തിൽ കേരളത്തിന്റെ സംസ്ഥാന തലസ്ഥാനമായിട്ടുള്ള തിരുവനന്തപുരത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ സർവേ ഉദ്യോഗസ്ഥന്മാരുടെയും ബഹുമാനപ്പെട്ട മന്ത്രിമാരുൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരുൾപ്പെടെ ഇക്കാര്യത്തിൽ ഇടപെടുന്നവരുടെയും ഒരു നാഷണൽ കോൺക്ലേവ് ഈ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നൽകിയ പിന്തുണയോടെ ഈ മെയ് മാസത്തിൽ കേരളത്തിൽ വെച്ച് നടക്കുകയാണ്. അതോടെ കേരളം ലോകത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്ന സ്ഥലമാണ്. എല്ലായിടത്തും സർവേ ജീവനക്കാരില്ല എന്ന പരാതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം താലൂക്കുകളിലുള്ള LRM കേസുകളാണ്. ചാത്തന്നൂർ,
ചാത്തന്നൂർ ഇക്കാര്യത്തിൽ ഒരു മാതൃകയാണ്. LRM കേസുകൾ തീരെയില്ലാത്ത 0 LRM കേസുകളാക്കി മാറ്റിയ വില്ലേജുകളുള്ള കേരളത്തിലെ സർവേ രംഗത്തും റവന്യൂ രംഗത്തും മാതൃകാപരമായി ഇടപെട്ട ജനപക്ഷ ചാത്തന്നൂരിന്റെ കൂടി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലുള്ള 1,40,000 കേസുകൾ പരിഹരിക്കാൻ പ്രത്യേകമായൊരു മോഡൽ കേരളത്തിൽ ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന കാര്യം അങ്ങ് ഉൾപ്പെടെയുള്ള ഈ സദസ്സിനെ അറിയിക്കുകയാണ്. അത് 1,40,000 കേസുകളിൽ ഞങ്ങൾ പരിശോധിച്ചപ്പോൾ 44,000 കേസുകളിൽ ഇനം മാറ്റവും പലവകയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. ഇനം മാറ്റവും പലവകയുമായി ബന്ധപ്പെട്ട LRM കേസുകൾ ഈ വരുന്ന ഏപ്രിൽ മെയ് മാസങ്ങളിലായി ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിലുള്ള 78 താലൂക്ക് അദാലത്തുകളിൽ വെച്ച് പരിഹരിക്കും. ബാക്കി വരുന്ന കേസുകൾ ഡിജിറ്റൽ സർവേയുടെ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സമയബന്ധിതമായ ഒരു കാലം തീരുമാനിച്ചുകൊണ്ട് അതിനകത്ത് പരിഹരിക്കാൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള നയങ്ങൾ ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി എല്ലായിടത്തും പറയുന്നത് പോലെ കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ലോകത്തിന് അഭിമാനമായി നാം എത്തിച്ചേർന്നപ്പോൾ കേരള ഗവൺമെൻറ് ലാൻഡ് അലോട്ട്മെന്റ് ആൻഡ് അസൈൻ ഫോർ ഇൻഡസ്ട്രിയൽ പർപ്പസ് റൂൾസ് എന്ന വ്യവസായ തത്വങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന സർക്കാർ ഭൂമി അനുവദിക്കുന്നതിനുള്ള ചട്ടങ്ങൾ വ്യവസായ വകുപ്പും റവന്യൂ വകുപ്പും ചേർന്ന് കൂട്ടായി ആലോചിച്ച് വലിയ മാറ്റം, അടിസ്ഥാന തത്വങ്ങളിൽ മാറ്റം വരുത്താതെ തന്നെ നിലവിലുള്ള സൗകര്യങ്ങൾ ഒരുക്കാൻ, അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജിൽ ഉൽപ്പാദനം ആരംഭിച്ച് 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ ഭൂമി കൈമാറ്റം ചെയ്യാൻ കഴിയൂ എന്ന നേരത്തെയുള്ള നയത്തിൽ ഉൽപ്പാദനം ആരംഭിച്ച് 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ വ്യവസായത്തിൻ്റെ ഘടനയിൽ മാറ്റം വരുത്താൻ പറ്റൂ എന്ന കാര്യത്തിൽ, നിലവിലുള്ള ഘടനാമാറ്റത്തിന് അനുവദിക്കേണ്ട സംഖ്യയുടെ കാര്യത്തിൽ, ഇങ്ങനെ കേരളത്തെ ലോകത്തിൻ്റെ മുമ്പിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാനുള്ള പ്രശ്നത്തിൽ ഏറെ ശ്രദ്ധേയമായ ഇടപെടൽ കേരളത്തിലെ റവന്യൂ വകുപ്പിന് നടത്താനായി. അതുമായി ബന്ധപ്പെട്ട് റവന്യൂ, വനം വകുപ്പ്, പിന്നെ വ്യവസായ വകുപ്പുകൾ ചേർന്ന ഒരു വലിയ മുന്നേറ്റം സമയം ഒന്ന് പോസ്റ്റ് ചെയ്യണം. യെസ് പെട്ടെന്ന് യെസ്. സർ, അങ്ങയുടെ ശ്രദ്ധയപ്പെടുത്താനുള്ളത് റവന്യൂ സ്മാർട്ടിലേക്ക് പോവുകയാണ്. ഞാൻ അങ്ങോട്ട് പറയുന്നത് ഡിജിറ്റൽ സർവേയുടെ ഞാൻ ബാക്കി വില്ലേജുകൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞത് മണ്ഡലത്തിൻ്റെ ഒരു താല്പര്യത്തിൻ്റെ പ്രകാരമല്ല, സ്റ്റേറ്റിൻ്റെ താല്പര്യപ്രകാരമാണ്. കാരണം എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഡിജിറ്റലായ മേഖലയാണ് ചാത്തന്നൂർ, കെട്ടിടം മാത്രമല്ല. അപ്പോൾ അതുകൊണ്ട് ഡിജിറ്റൽ സർവേ കൂടെ പൂർത്തിയാക്കിയാൽ ഒരു സമ്പൂർണ്ണമായ ഒരു നിയോജക മണ്ഡലത്തിലെ എല്ലാ വില്ലേജുകളും സ്മാർട്ട് സേവനത്തിലേക്ക് സ്റ്റേറ്റ് ഗവൺമെന്റ് പ്രഖ്യാപിക്കാൻ കഴിയും സർ. ആ സാധ്യത MLA-മാരുടെ ചർച്ചയ്ക്ക് മറുപടി പറയുമ്പോൾ അത് പറയാം എന്ന് കരുതിയിരുന്നതാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് അക്കാര്യത്തിൽ പ്രത്യേകമായ നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന് ഞാൻ അങ്ങേ ഈ ഘട്ടത്തിൽ അറിയിക്കുകയാണ്. സാർ, ഭൂപതിവ് നിയമത്തിന്റെ ചട്ടഭേദഗതി ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് രംഗത്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയും. സാമൂഹികവും പരിസ്ഥിതികവുമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് വേണം ചട്ടം രൂപീകരിക്കാൻ എന്നുള്ളത് കൊണ്ട് നിയമപരമായ പ്രശ്നങ്ങളും കോടതി വിധികളും കൂടി അവലംബിച്ചു വേണം ചട്ടം രൂപീകരിക്കാൻ എന്നുള്ളത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട അന്തിമ ചർച്ചകൾ നടന്നു വരികയാണ്. സാർ, അക്കാര്യത്തിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് ഈ സഭയെ അറിയിക്കുകയാണ്. സാർ, ഇവിടെ നേരത്തെ ടൈസൺ മാഷ് സംസാരിച്ചപ്പോൾ ഉന്നയിച്ചതുപോലെ പരുന്തുംപാറയുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് ചില മാധ്യമങ്ങളിൽ വളരെ ഗൗരവത്തോടെ കൊടുത്തിട്ടുണ്ട്. പരുന്തുംപാറയിലെ വിഷയം ഉയർന്നു വന്നത്തിൽ ഘട്ടത്തിൽ തന്നെ പട്ടയം റദ്ദാക്കൽ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി അടിയന്തരമായ പരിശോധന നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ അതിനുശേഷവും ഇതുമായി ബന്ധപ്പെട്ട നടക്കില്ല പ്ലീസ്, അങ്ങ് സംസാരിച്ചോ. പറ്റില്ല അങ്ങ് സംസാരിച്ചോ. അതിന് മന്ത്രി അങ്ങനെ പറ്റില്ല, അതിന് വേറെ ആള് സംസാരിച്ചിന്. യെസ്, അങ്ങനെ സംസാരിക്കും. അങ്ങനെ സംസാരിച്ചേ വാശി പിടിച്ച് നടക്കുക. സംസാരിക്കണമെന്ന് പറഞ്ഞാൽ ശരി. എന്റെ മണ്ഡലത്തിലാണ് സംസാരിച്ചേ പറ്റൂ എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സംസാരിക്കണം. ഒന്ന് സംസാരം കൊടുത്തേ. കേസ് എന്നെ പരാമർശിക്കുന്ന വിഷയമുണ്ട്, അതുകൊണ്ടാണ് പറയണമെന്ന് പറയുന്നത്. അത് കുറച്ച് മയത്തിൽ പറയാ, ബലം പ്രയോഗിക്കണ്ട. യെസ്, താങ്ക് യു. അതായത് ഈ പരുന്തുംപാറയിലെ സ്ഥലം എൻ്റെ മണ്ഡലത്തിലാണ്. 1978 പട്ടയം കിട്ടിയ 2 ഏക്കർ സ്ഥലം എനിക്കുമുണ്ട്. അവിടെ കയ്യേറ്റങ്ങൾ നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടത് 1 വർഷത്തിന് മുൻപ് താലൂക്ക് സഭയിൽ CPM-ൻ്റെയും CPI-യുടെയും കോൺഗ്രസിൻ്റെയും മുസ്ലിം ലീഗിൻ്റെ ആളുകൾ ഒന്നടങ്കം ഞങ്ങളേവരും ചേർന്ന് നടപടി സ്വീകരിക്കണമെന്ന് തഹസിൽദാരോട് ആവശ്യപ്പെട്ടതാണ്. എന്നാൽ അതിന് സമയത്ത് നടപടി ഉണ്ടായില്ല.
ഈ 3.5 വർഷക്കാലത്തിനുള്ളിൽ 5ാമത്തെ തഹസിൽദാരാണ് പീരുമേട്ടിലിരിക്കുന്നത്, 5ാമത്തെ LR തഹസിൽദാരാണ് പീരുമേട്ടിലിരിക്കുന്നത്, 4ാമത്തെ LA തഹസിൽദാരാണ് പീരുമേട്ടിലിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വ്യക്തിപരമായി ഞങ്ങളെ കൂടെ ചെളിവാരി എറിയുന്ന ഒരു സമീപനം വന്നിട്ടുണ്ട്. അതുകൊണ്ടൊരു വ്യക്തത ഈ കാര്യത്തിൽ വരുത്തണം. സാർ ഞാനൊരു 10 മിനിറ്റ് കൂടി. അല്ല 10 മിനിറ്റ് അല്ല, നേരത്തെ ഒരുപാട് സമയം അവസാനിപ്പിക്കാം സാർ. 10 മിനിറ്റ് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അവസാനിക്കും സാർ. ഇതിനകത്ത് ഒരു വ്യക്തതയുടെയും പ്രശ്നമില്ല. കേരളത്തിലെ ഗവൺമെന്റിന്റെ കർശനമായ അഭിപ്രായം ഞാൻ പറയാം. കേരളത്തിൽ കുടിയേറ്റക്കാരായ, സാധാരണ ഭൂമിയില്ലാത്ത കുടിയേറ്റക്കാരായ മനുഷ്യർക്ക് പട്ടയം കൊടുക്കുക എന്നുള്ളതാണ് ഈ ഗവൺമെന്റിന്റെ ധാരണ. എന്നാൽ കയ്യേറ്റക്കാരായ ഒരാളെയും വെച്ചു പൊറപ്പിക്കാൻ ഈ ഗവൺമെന്റ് ഏതർത്ഥത്തിലും അളവിലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. അതിനൊരു കോംപ്രമൈസും ഇല്ല. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ചിലരൊക്കെ മാറി വന്നത് HRMSന്റെ പേരിൽ, ഓൺലൈനിന്റെ പേരിൽ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോഴാണ്. അത് ക്യൂ ലിസ്റ്റ് അനുസരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാൻ അവസരം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി തന്നെ ജനറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും. ആര് മാറുന്നു എന്നുള്ളത് പ്രശ്നമല്ല. ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് കൃത്യമായി അതിൻ്റെ നിലപാട് പറയാം. ഒരു ഒരു കയ്യേറ്റക്കാരനെയും ആ വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എവിടെയാണെങ്കിലും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, വലിയ വിസ്തൃതിയുള്ള സർവേ നമ്പറിൽ മൈനർ സർക്യൂട്ടുകളായിട്ടാണ് അവിടെയുള്ള പല മേഖലകളും ഉണ്ടാകുന്നത്. ജില്ലാ കളക്ടർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു ഈ വിഷയത്തിൽ താൽക്കാലികമായി പരിശോധിച്ച് നടപടിയെടുക്കാൻ. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ നേരത്തെയുള്ള കാര്യം പറഞ്ഞങ്ങോട്ട് വരാം. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ സാർ, അതിനുശേഷവും ചില നടപടിക്രമങ്ങൾ അവിടെ ഉണ്ട് എന്ന് കണ്ടപ്പോൾ അടിയന്തിരമായി ഇടപെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ നടപടിയെടുക്കാൻ ബഹുമാനപ്പെട്ട അവിടെ ആലോചിച്ച് ജില്ലാ കളക്ടറോട് നിർദ്ദേശം നൽകി. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ ചട്ടം പറഞ്ഞാലാണ് പ്രത്യേകിച്ച് അറിയുക, IPC 144 പ്രകാരം, ഇപ്പോഴത്തെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 166 പ്രകാരം സാർ ഈ സ്ഥലത്ത് 2 മാസക്കാലത്തേക്കുള്ള നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒരാളെയും ഇനി അങ്ങോട്ട് കിടക്കാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ, പീരുമേട് താലൂക്കിൽ ഒഴികെയുള്ള 15 റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ടീം പ്രത്യേകമായി നിശ്ചയിച്ചു. അവിടെ ആ അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കൽ ഉൾപ്പെടെയുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം 6 മണിക്ക് മന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്ന ഉന്നതതല യോഗത്തിലൂടെ ആ നടപടിക്രമങ്ങൾ എന്നേക്കുമായി അത്തരത്തിൽ ഒരു കയ്യേറ്റവും ഇനി എവിടെയും വെച്ചു പൊറുപ്പിക്കാൻ പറ്റാത്ത വിധത്തിൽ മാറ്റിയെടുക്കും എന്നുകൂടി പറയട്ടെ. സാർ, ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അഭിമാനമായി. ഈ വർഷം തന്നെ കേരള സ്റ്റേറ്റ് ഭവന നിർമ്മാണ ബോർഡിൻ്റെ നേതൃത്വത്തിൽ, സാർ MNന്റെ മുതൽ പാരമ്പര്യമുള്ള ഭവന നിർമ്മാണ ബോർഡിൻ്റെ നേതൃത്വത്തിൽ, ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ കെട്ടിടം എന്ന നിലയിൽ അവിടെയുള്ള 17.84 ഏക്കർ സ്ഥലത്ത് 2400 കോടി രൂപയുടെ നിർമ്മാണ ചെലവും 3650 കോടി രൂപയുടെ വിറ്റുവരവും പ്രതീക്ഷിച്ചുകൊണ്ട് 40 ലക്ഷത്തിലധികം സ്ക്വയർ ഫീറ്റ് വരുന്ന 4 മേഖലകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള മറൈൻ എക്കോ സിറ്റിക്ക് ഈ വർഷം തന്നെ 2 മാസക്കാലത്തിനകം തറക്കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കേരളം പോവുകയാണ് എന്ന കാര്യം കൂടി ഇവിടെ സൂചിപ്പിക്കുന്നു. സാർ, ലൈഫ് കേരളത്തിലെ വലിയ പദ്ധതിയാണ്. അതിനോടൊപ്പം ഗൃഹശ്രീ പദ്ധതി നമ്മൾ ആരംഭിച്ചിരിക്കുന്നു, തൻ്റെ ഇടം പദ്ധതി ആരംഭിച്ചിരിക്കുന്നു. സാർ, ഈ വിധത്തിൽ ഭവന നിർമ്മാണ രംഗത്ത് ഒരു പുതിയ ഭവന നയം ഉൾപ്പെടെ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമകരമായ പരിശ്രമത്തിലേക്ക് ഈ ഗവൺമെൻറ് കടക്കുകയാണ് എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുന്നു. സാർ, ഇവിടെ വന്ന ചില MLAമാരുമായി ബന്ധപ്പെട്ട് വന്ന ചില ചർച്ചകൾ, അക്കാര്യത്തിൽ പൊതുവായ മറുപടി പറഞ്ഞു. ബഹുമാനപ്പെട്ട അംഗം അനൂപ് ജേക്കബ് ഇവിടെ സൂചിപ്പിച്ച ചോറ്റാനിക്കരയിലെ സാഫല്യം, അതിനകത്തുള്ളൊരു പ്രശ്നം ഞാൻ MLAയുമായി ബന്ധപ്പെട്ട് സംസാരിച്ച് ആവശ്യമായ നടപടി അക്കാര്യത്തിൽ സ്വീകരിക്കാം. പക്ഷേ അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു അപകടമുള്ളത് അനൂപിനറിയാം. ഇത് ഉത്തരവുണ്ടായത്, ധാരണയുണ്ടായത് 2014 അത്രയും ഞാൻ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. 2014 അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ജോൺസൺ തോമസും ഹൗസിംഗ് ബോർഡിൻ്റെ അസിസ്റ്റൻ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ടുള്ള ജനൻ തോമസും കൂടി ഒരു ധാരണയുണ്ടാക്കിയിരിക്കുകയാണ്. ആ ധാരണയുടെ 5ഉം 8ഉം കണ്ടീഷനുകൾ പ്രകാരം സാഫല്യം പദ്ധതി പ്രകാരമുള്ള പദ്ധതി നടത്തിപ്പ്, ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ എല്ലാ നിബന്ധനകളും ഈ പദ്ധതിക്ക് ബാധകമായിരിക്കുമെന്നും പരിപൂർണമായി പാലിക്കേണ്ടതിന് പഞ്ചായത്തിന് ബാധ്യതയുണ്ടായിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിർമ്മാണ ജോലികൾ പൂർത്തിയാക്കി ഭവന നിർമ്മാണ ബോർഡ് ഫ്ലാറ്റുകൾ പഞ്ചായത്തിന് കൈമാറുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അങ്ങ് ഇക്കാര്യം ഉന്നയിച്ച സാഹചര്യത്തിൽ അതിൽ ചെയ്യാവുന്നത് എന്താണെങ്കിലും നമുക്ക് അക്കാര്യത്തിൽ നോക്കി ചെയ്യാം എന്ന കാര്യം കൂടി ഞാൻ ഈ ഘട്ടത്തിൽ അങ്ങേ അറിയിക്കുകയാണ്. അവിടുത്തെ സ്ഥിതി ഗതികൾ എനിക്ക് മനസ്സിലാകുന്നത്
സാറ് അങ്ങ് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട മന്ത്രി, സാറ് അങ്ങ് സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ അകത്ത് ഞാൻ പ്രസംഗിച്ചപ്പോൾ സൂചിപ്പിച്ചു. ഇപ്പോൾ ഹൗസിംഗ് ബോർഡ് പഞ്ചായത്തുമായിട്ട് എഗ്രിമെൻ്റ് വെക്കുമ്പോൾ ഇതിൻ്റെ സാങ്കേതിക വശം ഹൗസിംഗ് ബോർഡ് ഉദ്യോഗസ്ഥർക്കാണ് അറിയാവുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അവരുടെ ഒരു ഗ്യാരണ്ടിയിലാണ് ഇതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. ഈ നിർമ്മാണത്തിലേക്ക് കടന്ന് നിർമ്മാണം പൂർത്തിയാക്കി 2017 മുതൽ കംപ്ലൈൻ്റ് ആയി തുടങ്ങിയതിന്. അപ്പോൾ അന്നു മുതൽ ഈ വിഷയം ഹൗസിംഗ് ബോർഡിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ ഹൗസിംഗ് ബോർഡിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച, അവർ പുതിയൊരു സാങ്കേതിക മേഖല എന്ന നിലയിലാണ് ഇതിലേക്ക് കൊണ്ടുവന്നത്. പക്ഷെ ഇതിനകത്ത് പൂർണ്ണമായും ഹൗസിംഗ് ബോർഡിന് വീഴ്ച അവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് പുനർനിർമ്മിക്കാൻ ഹൗസിംഗ് ബോർഡ് തയ്യാറാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വെച്ചത്. അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട അംഗം മാത്രമല്ല, ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രി, ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി പി രാജീവും ഇക്കാര്യത്തിൽ നേരത്തെ നമുക്ക് കത്ത് നൽകിയിരുന്നു. ആ കാര്യങ്ങൾ ഞങ്ങൾ നേരത്തെ പരിശോധിച്ചതാണ്. ചില സാങ്കേതിക പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായ ഉദ്യോഗസ്ഥന്മാരുടെ കുറവുണ്ടെങ്കിൽ, കുഴപ്പമുണ്ടെങ്കിൽ നടപടിയെടുക്കുക എന്നല്ലാതെ ഈ പദ്ധതിയുടെ അഗ്രിമെൻ്റ് പ്രകാരം ഇവിടെ ഇപ്പോൾ സാധ്യമായി കാണുന്നില്ല. പക്ഷേ അങ്ങ് ഈ വിഷയം ഉന്നയിച്ച സാഹചര്യത്തിൽ ഏത് വിധേയരാണ് നമുക്കത് മാറ്റാൻ കഴിയുക എന്ന കാര്യത്തിൽ ആവശ്യമായിട്ടുള്ള പരിശോധന നടത്താൻ കഴിയും എന്നുകൂടി ഞാൻ ഈ ഘട്ടത്തെ അറിയിക്കുന്നു. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞവസാനിപ്പിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം ഈ സഭയിൽ ഇത്തരം കാര്യങ്ങളിൽ കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ റവന്യൂവിലും സർവേയിലും നാട് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ള വലിയ മാറ്റങ്ങളിലേക്ക് നമ്മൾ പോയത് എല്ലാ വിധത്തിലുമുള്ള MLA-മാരുടെ പൂർണ്ണമായ പിന്തുണയോടുകൂടിയാണ്. റവന്യൂ അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള പട്ടയ അസംബ്ലിയുടെ ഭാഗമായിട്ടുള്ള ആദ്യ എഡീഷൻ നേരത്തെ കഴിഞ്ഞു. അവിടെ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരു പരിധിയിലേറെ പരിഹരിക്കാൻ കഴിഞ്ഞു. രണ്ടാം എഡീഷനിൽ മാർച്ചിലേക്ക് നമ്മൾ പോവുകയാണ്. ഏപ്രിൽ 15 വരെ മാക്സിമം എടുക്കാം. ആ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ അതിവേഗം ചട്ട നിയമ ഭേദഗതികൾ ഉൾപ്പെടെ നടത്തേണ്ടി വന്നാൽ അങ്ങനെ നടത്തിയാണെങ്കിലും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാം എന്ന് ഞാൻ അറിയിക്കുകയാണ്. സാർ, ഒരേ ഒരു കാര്യം ഞാൻ പറയുകയാണ്. ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു. പലവിധത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങളുണ്ട് കേരളത്തിന്. ആ സാമ്പത്തിക പ്രയാസങ്ങളെല്ലാം ബോധപൂർവമായി ഗവൺമെൻറ്റിനെ തകർക്കാനും ഈ ഗവൺമെൻറ്റിൻ്റെ മഹിതമായ പാരമ്പര്യത്തെ തകർക്കാനും മുന്നോട്ട് പോകുന്ന നേട്ടങ്ങളെ ഇല്ലാതാക്കാനുമുള്ള ബോധപൂർവമായ ഗൂഢാലോചനയുടെ കൂടി ഭാഗമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നേരത്തെ ഇവിടെ ചർച്ചയിൽ പറഞ്ഞതുപോലെ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ ആവശ്യപ്പെട്ടതുപോലെ കേരളമെന്ന നാടിൻ്റെ മഹിതമായിട്ടുള്ള പാരമ്പര്യത്തെ തള്ളിപ്പറഞ്ഞ് സ്വയം ബാപ്പരാണെന്ന് പ്രഖ്യാപിച്ച് പിച്ചച്ചട്ടിയുമായി ഞങ്ങളുടെ മുമ്പിൽ വന്നാൽ ഞങ്ങൾ എന്തെങ്കിലും സഹായത്തെക്കുറിച്ച് ആലോചിക്കാം എന്ന വിധത്തിലുള്ള പ്രസ്താവനകളെ അർഹിക്കുന്ന അവജ്ഞയോടെ തന്നെ കേരളം തള്ളിക്കളയാണ്. സാർ, എത്ര ബുദ്ധിമുട്ട്, കേരളത്തിന് എത്രയോ ബുദ്ധിമുട്ടുണ്ട് പല കാര്യങ്ങളിൽ. കേരളത്തിൻ്റെ വികസന പദ്ധതികളുടെ പ്രത്യേകതകൾ കൂടി വെച്ചിട്ടായിരിക്കാം. കേരളത്തിന് എത്രയോ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷേ സാർ, ഉറപ്പിച്ച് ഞങ്ങൾ ഈ യോഗത്തിൽ പറയുന്നു, ഈ സഭാ സമ്മേളനത്തിൽ പറയുന്നു, ആത്മാഭിമാനം പണയം വെച്ച് 3.5 കോടി മലയാളിയുടെ ആത്മാഭിമാനം പണയം വെച്ച് ഒരിടത്തും പിച്ചച്ചട്ടിയുമായി നിൽക്കേണ്ട കാര്യം കേരളത്തിലെ ഗവൺമെൻറ്റിനും കേരളത്തിലെ ജനങ്ങൾക്കുമില്ല, ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളം ഏറ്റവും ദുരന്തത്തോടെ കണ്ട വയനാടിനെ, ചൂരൽമലയിലെ പുഞ്ചിരിമുറ്റവും മുണ്ടക്കൈയും മട്ടാമലയും ആറാമലയും എല്ലാം ഉൾപ്പെടുന്ന ചൂരൽമലയെ, 298 പേരുടെ മരണത്തിൽ കലാശിച്ച ചൂരൽമലയെ, പ്രിയപ്പെട്ട സ്വത്തും സമ്പാദ്യവും എല്ലാം നഷ്ടപ്പെട്ട ചൂരൽമലയെ ഇത്രമേൽ മൃഗീയതയോടെ ക്രൂരതയോടെ കണ്ട ഒരു കേന്ദ്ര ഗവൺമെൻറ്. സാർ, പറയാൻ പ്രയാസമുണ്ട്. ഒരു ചെറിയ കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ച ഗവൺമെൻറ് 2005 പാർലമെന്റ് ചുമതലപ്പെടുത്തിയതനുസരിച്ച്, ദുരന്ത നിവാരണ ആക്ട് 2005 ചുമതലപ്പെടുത്തിയതനുസരിച്ച് അതിൻ്റെ സെക്ഷൻ 13 പ്രകാരം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി സാർ ഒരു യോഗം ചേർന്നൊരു തീരുമാനമെടുത്താൽ ഈ ദുരന്ത നിവാരണ പ്രദേശത്തെ മുഴുവൻ മനുഷ്യരുടെയും കടങ്ങൾ എഴുതി തള്ളാൻ നിയമപരമായി പാർലമെന്റ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സാർ, കേരളത്തിന് പണമൊന്നും തന്നില്ലെങ്കിലും ആ പാവപ്പെട്ട മനുഷ്യരുടെ കടങ്ങൾ എഴുതിത്തള്ളാനുള്ള കാര്യത്തിൽ പോലും കേന്ദ്ര ഗവൺമെന്റ് ഒരു നിലപാടെടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിനോടുള്ള അതിഭീകരമായ പകയുടെ വിദ്വേഷത്തിന്റെ ഭാഗമായി അതിനെ കാണേണ്ടി വരും. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ച് ഈ സഭയ്ക്ക് ഉറപ്പ് നൽകട്ടെ സാർ, ഈ സഭാ സമ്മേളനം കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ തന്നെ അവിടെ ആരംഭിക്കാൻ പോകുന്ന ടൗൺഷിപ്പിന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം കേരളത്തിൽ ആരംഭിക്കാൻ പോവുകയാണ് എന്ന കാര്യം ഞാൻ ഈ സഭയെ അറിയിക്കുന്നു. എത്ര കഴുത്തു പിടിച്ചു ഞെരിച്ചു വന്നാലും ഒരു മാധ്യമവും ആശങ്കപ്പെടുത്തേണ്ട. ദുരന്തബാധിതനാണെങ്കിൽ മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള ഒരു ദുരന്തബാധിതനെയും അവിടെ ഒറ്റപ്പെടുത്തി ഞങ്ങൾ ചുരമിറങ്ങില്ല. അവസാനത്തെ ദുരന്തബാധിതനെയും പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ മാർച്ച് മാസത്തിൽ ആരംഭിക്കും. സാർ, ഈ നിർദ്ദേശങ്ങൾ, ഈ അഭ്യർത്ഥനകൾ പാസാക്കണം എന്ന് സവിനയം സഭയോട് അഭ്യർത്ഥിക്കുന്നു.